ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ വെബിനാറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ആസ് യൂഷ്വൽ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ പാട്ടുവിശേഷങ്ങൾ, മ്യൂസിക് തെറാപ്പി, പാട്ടിന്റെ പാലാഴി പാടാനും പാട്ട് കേൾക്കാനൊക്കെ ഉള്ള നല്ലൊരു അവസരം നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്ന ജോസഫ് ജോൺ സാറിനെ വളരെ സ്നേഹത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജോസഫ് ജോൺ സാർ, യു ആർ വെൽക്കം. താങ്ക് യു. ഞാൻ മ്യൂട്ടാണോ? അല്ല, താങ്ക് യു സാബു കേരളം സാർ. സർവേശന്റെ സ്തുതി. മാറ്റിനി ഫ്രീ വെബിനാറിന്റെ സാരഥി സാബു കേരളം സാറിനും സന്നിഹിതരായിട്ടുള്ള എല്ലാ ഗുരുജനങ്ങൾക്കും നമസ്കാരം, നന്ദി, സ്വാഗതം. ഇന്ന് നമുക്ക് ഏതാനും പുതിയ സുഹൃത്തുക്കൾ കൂടി എത്തും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവരെയും അഡ്വാൻസ് ആയിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ആരംഭിക്കാം. ആദ്യം പാട്ടുവിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്കറിയാം, മ്യൂസിക് ഈസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ്. ആഗോള ഭാഷയെന്നോ സാർവത്രികമായ ഭാഷയെന്നോ പൊതുവായ ഭാഷയെന്നോ ആശയവിനിമയ മാധ്യമമോ എന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ പറയുന്നു, മ്യൂസിക് അതിനൊക്കെ അപ്പുറമാണ്. മ്യൂസിക്കിനെ ഒരു ഭാഷയുടെ അതിർവരമ്പുകളിൽ തളച്ചിടാൻ സാധിക്കില്ല. മ്യൂസിക് ഇൻ ഇറ്റ് സെൽഫ് ഈസ് എ ലാംഗ്വേജ്. മ്യൂസിക് നമ്മളോട് ആശയവിനിമയം നടത്തും. അതിന് ഭാഷ വേണ്ട, അല്ലേ? പവർ ഓഫ് വോക്കൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ഗ്രേറ്റ്. എന്നിരുന്നാലും ഭാഷയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഭാഷ എന്ന് പറയുന്നത് ഏറ്റവും വലിയ വോക്കൽ കമ്മ്യൂണിക്കേഷനാണ്. വോയിസ് കൊണ്ടുള്ള, മനുഷ്യന്റെ വോയിസ് കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്, ചിട്ടപ്പെടുത്തിയ കമ്മ്യൂണിക്കേഷനാണ് ഭാഷ എന്ന് പറയാം. എ സിസ്റ്റമാറ്റിക് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ബൈ ദി യൂസ് ഓഫ് സൗണ്ട്സ് ഫോർ conversational symbols. A systematic means of communicating, അടുക്കും ചിട്ടയുമുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഭാഷ. ബൈ ദ യൂസ് ഓഫ്, അവിടെ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ബൈ ദ യൂസ് ഓഫ് സൗണ്ട് ആൻഡ് കോൺവെർസേഷണൽ സിംബൽസ്. ശബ്ദം ഉപയോഗിക്കും, ശബ്ദേതര മാർഗങ്ങൾ ഉപയോഗിക്കും ഭാഷയ്ക്ക്, അല്ലേ? അങ്ങനെ ഒരു ആശയവിനിമയ മാധ്യമമാണ് ഭാഷ. സംസാരിക്കാൻ ഭാഷ ആവശ്യമാണ്. നമ്മൾ മൊഴി എന്ന് പറയും, മൊഴി, വാക്ക്. ഇതൊക്കെയാണ് ഭാഷയുടെ അടിസ്ഥാന ഘടകം എന്ന് നമുക്കറിയാം. സ്പീച്ച് ആൻഡ് മ്യൂസിക് ഹാവ് മെനി ആസ്പെക്ട്സ് ഇൻ കോമൺ. സ്പീച്ച്, ഭാഷയിലെ സംഭാഷണം അല്ലെങ്കിൽ മൊഴി അല്ലെങ്കിൽ സംസാരം, അതും അതിൻ്റെ ഘടകങ്ങളും അതിൻ്റെ പ്രവർത്തനവും. മ്യൂസിക്കിന്റെ പ്രവർത്തനവും എന്താണ്? സ്പീച്ചിന്റെ പ്രവർത്തനവും മ്യൂസിക്കിന്റെ പ്രവർത്തനങ്ങൾക്കും ചില ഘടകങ്ങൾ കോമൺ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ആസ്പെക്ട്സ്, ഹാവ് മെനി ആസ്പെക്ട്സ് ഇൻ കോമൺ. നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം, അല്ലേ? ആ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുക. സെവറൽ ന്യൂറൽ മോഡ്യൂൾസ് ആർ സിമിലർലി ഇൻവോൾവ്ഡ് ഇൻ സ്പീച്ച് ആൻഡ് മ്യൂസിക്. ഈ സംഭാഷണത്തിലും മ്യൂസിക്കിലും ചില അല്ലെങ്കിൽ ഏറെ ന്യൂറൽ മോഡ്യൂൾസ്. എന്താണ് ന്യൂറൽ മോഡ്യൂൾസ്? ന്യൂറൽ മോഡ്യൂൾസ് ആണ് നമുക്കൊരു കാര്യം ഗ്രഹിക്കുവാനായിട്ട് സഹായിക്കുന്ന ഒരു പാറ്റേൺ എന്ന് വേണമെങ്കിൽ പറയാം. ന്യൂറൽ പാറ്റേൺ. അതെങ്ങനെയാണ് ഗ്രഹിക്കുക? മുൻ അനുഭവങ്ങളുടെ, മുൻ അറിവുകളുടെ വെളിച്ചത്തിൽ ഇപ്പോൾ കിട്ടുന്ന അല്ലെങ്കിൽ ഈ സമയം കിട്ടുന്ന, തത്സമയം കിട്ടുന്ന കാര്യങ്ങളെ വിശകലനം ചെയ്ത് വിലയിരുത്തി ഗ്രഹിക്കുക എന്നുള്ളതാണ്. അതിനുള്ള
ഒരു സംവിധാനമാണ് ന്യൂറൽ മോഡ്യൂൾസ്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു കാര്യം ഗ്രഹിക്കുന്നത് നമ്മൾ നേരത്തെ അനുഭവിച്ചറിഞ്ഞ അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള കാര്യവുമായി താരതമ്യപ്പെടുത്തി നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഒരു സംവേദനമാണ്. അതിലൂടെയാണ് നമ്മൾ അതിലേക്കൊരു ഒരു എന്താ പറയുക, ഒരു ഡിസിഷനിലേക്ക് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടിലേക്ക് അല്ലെങ്കിൽ ഒരു അറിവിലേക്ക് എത്തുക എന്ന് പറയുക. അപ്പോൾ സ്പീച്ചിലും അതുപോലെ തന്നെ മ്യൂസിക്കിലും ഉള്ള ന്യൂറൽ മോഡ്യൂൾസിന് താരതമ്യം വളരെയുണ്ട് എന്ന് പറയുന്നു. സ്പീച്ച് ഫങ്ഷൻസ് ക്യാൻ ബെനിഫിറ്റ് ഫ്രം മ്യൂസിക് ഫങ്ഷൻസ്. അതുകൊണ്ട് തന്നെ സംഭാഷണത്തിലെ പ്രവർത്തനങ്ങൾ, സംഭാഷണ ക്രിയകൾ അല്ലെങ്കിൽ നമ്മളുടെ സംഭാഷണ രീതി, നമ്മുടെ സംഭാഷണ ശൈലി, ഇതെല്ലാം ക്യാൻ ബെനിഫിറ്റ് ഫ്രം മ്യൂസിക് ഫങ്ഷൻസ്. മ്യൂസിക്കിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മ്യൂസിക്കിന്റെ ക്രിയകളും സംഭാഷണത്തിന്റെ ക്രിയകളും പരസ്പരം സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ സംഭാഷണത്തിന് മാധുര്യം നൽകുവാൻ മ്യൂസിക്കിന് കഴിയും. സംഭാഷണത്തിന് വേറൊരു തലം നൽകുവാൻ മ്യൂസിക്കിന് സാധിക്കുകയും ചെയ്യുന്നത്. ഇവർ രണ്ടും പരസ്പരം ബന്ധമുള്ളവരാണ്, സംഭാഷണവും മ്യൂസിക്കും. അതിന്റെ അടിസ്ഥാന കാര്യം ഞാൻ പറഞ്ഞു, തലച്ചോറിലെ പ്രവർത്തനം. There is close relationship between music and language functions. അടുത്ത ബന്ധമാണ് ഇത് രണ്ടും തമ്മിലുള്ളത്. ഭാഷയെ സുന്ദരമാക്കുന്നത് നാം പറഞ്ഞു. ഫോണോളജിക്കൽ അവയർനെസ്. എന്താണ് ഫോണോളജിക്കൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ? ശബ്ദത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ധ്വനിയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സ്വരത്തെക്കുറിച്ചുള്ള അവബോധം. ഫോണോളജിക്കൽ അവയർനെസ് വിച്ച് ഈസ് pivotal for reading and writing skills is closely related to the pitch awareness and musical expertise. ഇവിടെ പറയുന്നത് ധ്വനി വിജ്ഞാനം, ഫോണോളജിക്കൽ അവയർനെസ്, ഇത് വളരെ പിവട്ടലാണ്. എന്തിന്റെ കാര്യത്തിലാണെന്ന് പറയുന്നു? റീഡിങ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്. അപ്പോൾ ഫോണോളജിക്കൽ അവയർനെസ്, ആ സ്വരത്തിന്റെ വ്യതിയാനങ്ങളിലൂടെ അവയർനെസ് നല്ല രീതിയിലുണ്ടെങ്കിൽ എന്താണ് ഗുണം? നമ്മുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസിന് അത് ഒത്തിരി ഗുണം ചെയ്യും. അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അല്ലെങ്കിൽ റിലേറ്റഡ് ടു പിച്ച് അവയർനെസ്. എന്താണ് പിച്ച് അവയർനെസ് എന്ന് പറയുമ്പോൾ? നമുക്കറിയാം, ഉയർന്ന ഉച്ചസ്ഥായി, കീഴ്സ്ഥായി എന്നൊക്കെയുള്ള ശബ്ദത്തിന് താഴെയുള്ള ശബ്ദം, ഉയർന്ന ശബ്ദം, ഈ ഒരു അവയർനെസ് ഉണ്ടായിരുന്നാൽ പിന്നെ മ്യൂസിക്കിലുള്ള സ്വാധീനം, എക്സ്പെർട്ടൈസും ഉണ്ടെങ്കിൽ, ഇതെല്ലാം ക്ലോസ്ലി റിലേറ്റഡ് ടു അവർ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസ്. ദാറ്റ് ഈസ് റിലേറ്റഡ് ടു അവർ ഫോണോളജിക്കൽ അവയർനെസ്. ഫോണോളജിക്കൽ അവയർനെസ്സും പിന്നെ അത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് സ്കിൽസിന് ആവശ്യമാണെന്ന് പറഞ്ഞു. ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു പിച്ച് അവയർനെസ്. ശബ്ദത്തിന്റെ ആ വ്യതിയാനമാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ, അല്ലാതെ ശാസ്ത്രീയമായ ഒരു അപഗ്രഥനം നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നത്. പിച്ച് അവയർനെസ്സും മ്യൂസിക്കൽ എക്സ്പെർട്ടൈസും ഉണ്ടെങ്കിൽ ഇതെല്ലാം ഈസി ആയിട്ട് നടക്കും എന്ന് പറയുന്നു. പ്രീ സ്കൂളേഴ്സ്, നമുക്കറിയാം, കുഞ്ഞുങ്ങൾ, they benefit from a program of musical training to increase their phonological awareness. നമ്മളിത് നടപ്പിലാക്കി വരുന്നതാണ്. നമ്മുടെ പ്രീ സ്കൂളിലൊക്കെ പാട്ടുകളിലൂടെയാണ്, അല്ലേ? കവിതകളിലൂടെയാണ്, പാട്ടുകളിലൂടെ തന്നെ പറയാം, ആക്ഷൻ സോങ്ങിലൂടെയൊക്കെയാണ് അവരെ ഫോണോളജിക്കൽ അവയർനെസ് കൂട്ടിക്കൊണ്ടുവരിക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നമ്മൾ പറഞ്ഞു. അറിയാവുന്ന ഭാഷയിൽ പാട്ട് കേൾക്കുക, അറിയാത്ത ഭാഷയിൽ പാട്ട് കേൾക്കുക, ഇതിന്റെ വ്യത്യാസം എന്താണ്? അറിയാവുന്ന ഭാഷയിൽ പാട്ട് കേട്ടാൽ ഉള്ള ഗുണം ആർക്കെങ്കിലും പറയാമോ? ഊഹിച്ച് പറഞ്ഞാൽ മതി. അറിയാവുന്ന ഭാഷയിലുള്ള പാട്ടാണ് കേൾക്കുന്നത്, നമ്മൾ മലയാള ഭാഷയിലുള്ള ആസ്വദിക്കാം. ശരിക്കും ആ പാട്ടിന്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഈ ബിക്കം ലൈവ്ലി, അല്ലെ? വളരെ സജീവമായിട്ട് ആ പാട്ടിൽ നമുക്ക് ലയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ സജീവമായിട്ട് ലയിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് ഘടകങ്ങൾ വരുന്നുണ്ട്. എന്താണ്? നമ്മുടെ ബ്രെയിനിന്റെ ലെഫ്റ്റും റൈറ്റും ആയിട്ടുള്ള ഹെമിസ്ഫിയർ ഉണ്ടല്ലോ. അതിലേതൊക്കെ? ഇപ്പോൾ ഒരു പാട്ട്, നമ്മൾ മലയാളത്തിലുള്ള പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും.
അപഗ്രഥിക്കും. അത് ഏത് സൈഡായിരിക്കും ചെയ്യുക? ഏത് സൈഡ് ഓഫ് ഹെമിസ്ഫിയർ? ലെഫ്റ്റ് ആണ് അല്ലെ? ലോജിക്കൽ. ആ പാട്ടിന്റെ ഒരു ലെഫ്റ്റ്. താങ്ക് യു സർ. അതുപോലെ അതിന്റെ മെലഡി അല്ലെ, അത് ആസ്വദിക്കുവാനായിട്ട് മെലഡിയും സൗന്ദര്യവും ഒക്കെ ആസ്വദിക്കുന്നതോ ഓഫ് കോഴ്സ് ദാറ്റ് വിൽ ബി റൈറ്റ് സൈഡ്. ഇത് രണ്ടും കൂടെ സിങ്കറണൈസ് ചെയ്യുമ്പോഴാണ് ശരിക്കും ലേണിംഗ് ഉണ്ടാകുന്നത്, ശരിക്കും ഒരു ആസ്വാദനം ഉണ്ടാകുന്നത്. അതിലേക്ക് നമ്മൾ വരുന്നു. നമുക്ക് we are affected by the sound and feeling of a song. നമുക്ക് സംഗീതം ആസ്വദിക്കണമെങ്കിൽ ഭാഷ അറിഞ്ഞിരിക്കണമെന്നില്ല. ഉണ്ടോ? മറ്റു ഭാഷകളിലെ പാട്ടുകൾ നമ്മൾ ആസ്വദിക്കാറുണ്ടോ? ഹിന്ദി പാട്ടുകളൊക്കെ, പ്രത്യേകിച്ച് യേശുദാസ് പാടിയതൊക്കെ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന പാട്ടുകളാണ്. ആ ഭാഷ നമ്മൾ അറിഞ്ഞിട്ടല്ല. തെലുങ്കിലുള്ള പാട്ടുകൾ നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട്. തമിഴ് നമ്മൾ ആ വാക്കുകളുടെ അർത്ഥം ഗ്രഹിച്ചിട്ടല്ല. അവിടെ എന്താണ് നമ്മളെ സ്വാധീനിക്കുന്നത്? എങ്ങനെയാണ് ആ സൗണ്ട് വിന്യസിച്ചിരിക്കുന്നത് അല്ലെ? എങ്ങനെയാണത് നമുക്ക് ഫീലിംഗ് തരുന്നത് എന്നാണ് രണ്ട് പ്രധാന ഘടകങ്ങൾ. അപ്പോൾ സംഗീതം ആസ്വദിക്കുന്നതിന് ഭാഷ ഒരു വിഘാതമല്ല, ഒരു ബാരിയർ അല്ല എന്നുള്ളതാണ് പറയുവാൻ ഉദ്ദേശിച്ചത്. We are affected by the sound and feel of a song. സൗണ്ടും ഫീലും. Though we don't understand the language, it moves us. നമുക്ക് ആ ഭാഷ അറിയില്ല എങ്കിലും നമ്മളെ അത് സ്വാധീനിക്കുന്നു, നമ്മളെ അത് എന്താ പറയുക, ഇറ്റ് മൂവ്സ് us, നമ്മളെ കീഴ്പ്പെടുത്തുന്നു എന്ന് പറയാം, നമ്മളെ സ്വാധീനിക്കുന്നു എന്ന് പറയാം അല്ലെ. സംഗീതം നമ്മളെ കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുക സാധാരണ. അതിലേക്ക് നമ്മൾ ലയിച്ചു പോകും. അതിന് ഭാഷ ഒരു വിഷയമല്ല. The beat of drum or rhythm of the orchestration. When the music is pleasing to us, it stimulates a response. നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോൾ, ഭാഷ അറിയാത്ത പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ ബീറ്റും ഋതവും ഒക്കെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഓർക്കസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പല സൗണ്ടുകളെ ഒന്നിച്ച് സിങ്ക്രണൈസ് ചെയ്ത് ഒരു നല്ല പ്ലീസിങ് ആക്കി മാറ്റുന്നതാണ് ഓർക്കസ്ട്രേഷൻ. അതിനകത്ത് കുറേ ഇൻസ്ട്രുമെന്റ്സിന്റെ ശബ്ദങ്ങളും ഒക്കെ ഉണ്ടാകും. ഓർക്കസ്ട്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം. ഒരു ഓർക്കസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട രീതിയിൽ അനുയോജ്യമായ ഘടകങ്ങൾ യോജിപ്പിച്ചുകൊണ്ട് നല്ലൊരു സംഗീതം പുറപ്പെടുവിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഓർക്കസ്ട്രേഷൻ എന്ന് പറയുക. മ്യൂസിക് കേൾക്കുമ്പോൾ അത് സ്റ്റിമുലേറ്റ്സ് എ റെസ്പോൺസ്. ഭാഷ അറിയാമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനൊത്ത് ചിന്തിക്കാനും പ്രതീക്ഷിക്കാനും പോകും അല്ലേ. ഇപ്പോൾ ഭാഷ അറിയാത്ത പാട്ടാണെങ്കിൽ, മ്യൂസിക് ആണെങ്കിൽ, എന്നാലും നമ്മൾ സന്തോഷിക്കുവാൻ തയ്യാറാവുകയാണ് ചെയ്യുക. യു മേ നോട്ട് അണ്ടർസ്റ്റാൻഡ് ദി ലാംഗ്വേജ്, ബട്ട് ഇറ്റ് കോൾസ് ടു യുവർ ഇന്നർ സോൾ. നമ്മുടെ ചെവിയിൽ കേട്ടങ്ങ് പോവല്ല ചെയ്യുക, അത് ഗോസ് ടു അവർ ഹാർട്ട്സ്, നമ്മുടെ ഹൃദയത്തിലേക്കാണ് കടക്കുന്നത്, പുറമേ തട്ടി പോവുകയല്ല. ഇറ്റ് കോൾസ് ടു അവർ ഇന്നർ സോൾ, അന്തരാത്മാവിൽ. ചില പാട്ടുകളുണ്ട് അന്തരാത്മാവിൽ മുട്ടി വിളിക്കും അല്ലേ. അതാണ് പാട്ടിന്റെ ശക്തി. എന്തുകൊണ്ടാണ് നമ്മൾ ഇൻസ്ട്രുമെന്റ് മ്യൂസിക് ഇഷ്ടപ്പെടുന്നത്? വയലിനൊക്കെ വായിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഭാഷ മനസ്സിലാക്കിയിട്ടാണോ, അല്ലെങ്കിൽ ആ പാട്ട് മനസ്സിലാക്കിയിട്ടാണോ? അല്ല, ലിറിക്സിന് വലിയ പ്രാധാന്യമില്ല എന്നുള്ളതാണ് അത്. നമ്മൾ ഇൻസ്ട്രുമെന്റ് മ്യൂസിക് ലിറിക്സ് ഇല്ലെങ്കിൽ തന്നെയും വി എൻജോയ് ഇറ്റ്, നമ്മളത് വളരെ ആസ്വദിക്കുന്നു എന്നുള്ളത് അതിനൊരു ഉദാഹരണമാണ്. മ്യൂസിക് ഇതെന്താണ് സാക്ഷ്യപ്പെടുത്തുന്നത്? മ്യൂസിക് ഗോ ബിയോണ്ട് വേർഡ്സ്. വാക്കുകൾക്ക് അതീതമായി, വാക്കുകൾക്ക് അതൊക്കെ മേലെ സഞ്ചരിക്കുവാൻ മ്യൂസിക്കിന് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ വയലിൻ വായിക്കുന്നത് എൻജോയ് ചെയ്യുന്നത്. ഒരാൾ ഷൂള പഠിക്കുമ്പോൾ, സംഗീതാത്മകമായി ഷൂളം അടിക്കുമ്പോൾ അവിടെ ലിറിക്സ് ഇല്ല, പക്ഷെ നമ്മളത് ആസ്വദിക്കുന്നു. സൗണ്ട് വിത്ത് ബ്യൂട്ടി ആൻഡ് ഫോം. അവിടെ എന്താണ് ആക്ച്വലി ഉള്ളത്? സൗണ്ട് മാത്രമാണ്, പക്ഷെ ആ സൗണ്ടിന് പ്രത്യേകതയുണ്ട്. ഇറ്റ് ഹാസ് ബ്യൂട്ടി ആൻഡ് ഫോം. ഒരു ഘടനയുണ്ട്, ഒരു ഫോമുണ്ട്, സൗന്ദര്യമുണ്ട്, ഹാർമണിയുണ്ട്.
അല്ലെ ഒരു ചേർച്ചയുണ്ട്, ചേർച്ച ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ. ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇറ്റ് ക്യാൻ ഹിറ്റ് ദ റൈറ്റ് സ്പോട്ട് ഇൻ അവർ ഹാർട്ട്സ്. നമ്മുടെ ഹൃദയത്തിലെ ആ റൈറ്റ് സ്പോട്ടിൽ അതിനെ സ്ട്രൈക്ക് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ക്യാൻ ഹിറ്റ് ഓൺ ദി റൈറ്റ് സ്പോട്ട് ഇൻ അവർ ഹാർട്ട്സ്. അങ്ങനെയാണ് സംഗീതം നമ്മളെ സ്വാധീനിക്കുന്നത്. മ്യൂസിക് അപ്പീൽസ് ടു സംതിങ് ഫാർ ഡീപ്പർ ദാൻ കമ്മ്യൂണിക്കേറ്റിംഗ് ലോജിക്. അവിടെ ലോജിക്കിനൊന്നും വലിയ പ്രാധാന്യമില്ല. നമ്മൾ മലയാളം ചില പാട്ടുകൾ കേട്ടാൽ തന്നെയും ചില എന്താണ് വാക്കുകൾ സന്ധിക്കുന്നത് അല്ലെങ്കിൽ ഘടനകളൊക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ അതിൻ്റെ പുറകെ പോയി നമ്മുടെ എന്താണ് ആസ്വാദനം കളയാൻ നമ്മൾ തയ്യാറല്ല. അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നമുക്ക് എൻജോയ്മെന്റ് കിട്ടുന്നത് എന്ന് പറഞ്ഞു. ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അടുത്ത ട്യൂൺ ഇങ്ങനെയാണ്, അടുത്ത ലൈൻ ഇങ്ങനെ ആയിരിക്കും, ഏതാണ്ട് അതുപോലെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷം കിട്ടുകയാണ്. അഥവാ അല്ലെങ്കിൽ തന്നെയും നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. അപ്പം മ്യൂസിക് ഒരു തരത്തിലും നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല, നമ്മളെ സഹായിക്കുകയേ ചെയ്യുന്നുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മ്യൂസിക് അപ്പീൽസ് ടു സംതിങ് ഫാർ ഡീപ്പർ ദാൻ കമ്മ്യൂണിക്കേറ്റിംഗ് ലോജിക്. ലോജിക്കിന് വലിയ കാര്യമൊന്നുമില്ല അവിടെ മ്യൂസിക്. അതുകൊണ്ടാണ് ക്ലാസിക്കൽ മ്യൂസിക്കിൽ നമുക്കറിയാൻ കൂടുതലും വോക്കലിന് വലിയ പ്രാധാന്യമില്ല. മറ്റേ മൃദംഗം, അങ്ങനെയുള്ള ഫ്ലൂട്ട്, വീണ, അതൊക്കെയാണ് കൂടുതൽ തകർത്ത് പ്രകടനം കാഴ്ചവെക്കുന്നത്. വോക്കലിന് സ്ഥാനമില്ലെന്നല്ല, അതിന് പ്രധാനമായ സ്ഥാനമുണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതൽ ഇൻസ്ട്രുമെന്റ് മ്യൂസിക് ആണ് അവിടെ പ്ലേ ചെയ്യുന്നത്. അത് നമ്മൾ വളരെയധികം ആസ്വദിക്കുകയും ചെയ്യുന്നു. യെറ്റ് വി ലവ് ലിസണിങ് ടു ക്ലാസിക്കൽ മ്യൂസിക്. മ്യൂസിക് ഒരു തിയറി പറയുന്നത് ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം മാത്തമാറ്റിക്സ്. എന്താണ് മാത്തമാറ്റിക്സിന്റെ പ്രത്യേകത? അത് പാറ്റേൺസ് ഉണ്ട്, പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, താളമുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം മാത്തമാറ്റിക്സ് ആണെന്നും പറയുന്നുണ്ട്. നമുക്ക് ഈ പാട്ടുകൾ പല ഭാഷയിൽ പാടിയിട്ടുള്ള ഒരു കുട്ടിയെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടു എന്ന് പറഞ്ഞാൽ വാട്സാപ്പിലൂടെയാണ് കേട്ടോ, ഒരു വീഡിയോ എനിക്ക് കിട്ടിയതാണ്. സാബു സാറ് ഫോണിലാണ്. സുചേത സജീഷ് എന്നാണ് ആ കുട്ടിയുടെ പേര്. 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടി പാടിയിരിക്കുന്നത് 140 ഭാഷകളിലാണ്. ഇങ്ങനെ റെക്കോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. 140 ഭാഷകളിൽ സംഗീതം ആലപിച്ച സുചേത സുജീഷിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒരു വേൾഡ് റെക്കോർഡ് വിന്നറാണ്. സാബു സാർ അത് പ്ലേ ചെയ്യും. Old Indian singer and Guinness World Record holder now from India has set the world record for singing in 140 languages at a climate concert in UAE's Dubai. Here's a report. In a historic and awe-inspiring event, Sucheta Satish, hailing from Kerala, from India, has etched her name in the annals of music history by setting a new world record for singing in the most languages during a single concert. The Guinness Book of World Records officially attested to this feat earlier this week. The remarkable achievement took place at the Indian Consulate Auditorium in Dubai, UAE. By the grace of God, I'm very happy and blessed to have set a new Guinness World Record for the most languages sung in a concert by singing in 140 languages, which included 101 foreign languages and 39 Indian languages in 9 hours in my Concert for Climate on the 24th of November 2023.
Sucheta's groundbreaking performance was part of a concert for climate, a unique initiative aimed at raising awareness about the critical issue of climate change. The talented artist delivered കുറച്ചേ ഉള്ളൂ, അത് മുഴുവൻ പ്ലേ ചെയ്യാം. മലയാളം പാട്ടും വരുന്നുണ്ട്. കുറച്ചേ ഉള്ളൂ. മലയാളമല്ലേ സാറേ പാടി അവസാനം? ആണോ? ആ ആ മലയാളം അല്ലായിരിക്കും. കംപ്ലീറ്റ് പാടിയോ? കംപ്ലീറ്റ് പ്ലേ ചെയ്തോളൂ. മലയാളമല്ല, അല്ല, അത് തെലുങ്കാണ്. തെലുങ്ക് ഭാഷയാണ്. ഒരു സെക്കൻഡ്, കുറച്ചേ ഉള്ളൂ. മലയാളിയാണല്ലേ? അത് അത് നമ്മൾ കേൾക്കുന്നത് വർത്താണ്. അതുകൊണ്ടാണ് ഞാനത് മുഴുവൻ ഇടാൻ ആവശ്യപ്പെടുന്നത്. 39 Indian languages in 9 hours in my concert for climate and a powerful message. As a multilingual musician whose motto is Music Beyond Borders, I thought of what I could do to spread awareness about climate preservation, and that's how we came up with this concert. Though I can presently sing in 150 languages, the number 140 was chosen as a symbolic representation of the 140 nation heads who had been invited to the UAE for the COP summit. Sucheta Satish's record-breaking achievement not only establishes her as a musical virtuoso, but also emphasizes the power of music as a universal language to convey important messages. With inputs from Vinod Kumar, UAE for DD India. താങ്ക് യു. അപ്പൊ മലയാളം പാട്ട് കേട്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നിയില്ലേ? വന്നു നീ വന്നു നിന്നു നീ എൻ്റെ ജന്മസാഫല്യമേ. ഓക്കെ, എൻജോയ് ചെയ്തോ? 140 ഭാഷകളിൽ ഒരു കുട്ടി. അപ്പോൾ ശ്രമിച്ചാൽ എന്തും സാധിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് സുചേത സജീഷ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ 2 പോയിന്റുകളാണ് കുട്ടി അതിൽ പറയുന്നത്. ഓർത്ത് പറയാമോ ആർക്കെങ്കിലും 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ? 140 ഭാഷകൾ. 150ഓളം അറിയാം, പക്ഷെ 140 അതാണ് അവൾ സെലക്ട് ചെയ്തതെന്ന് പറയുന്നത്. ദെൻ വേറെ 1-2 കാര്യങ്ങൾ സ്ട്രൈക്ക് ചെയ്യേണ്ട, നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആർക്കെങ്കിലും പറയാമെങ്കിൽ പെട്ടെന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ പറയും. മ്യൂസിക് ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ്. നമുക്ക് മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്നവര് എല്ലാവരും ഒരുമിച്ച് അത് എൻജോയ് ചെയ്യാൻ പറ്റും. ഭാഷ അതിന് തടസ്സമല്ല. അതിന് ഉപയോഗിച്ച വാക്ക് ഞാൻ പറയാം. വെരി ഗുഡ്. നല്ലതായിട്ട് അത് ഉൾക്കൊണ്ട് പ്രസന്റ് ചെയ്തു. മ്യൂസിക് ബിയോണ്ട് ബോർഡേഴ്സ്, അതാണ് അതിനകത്ത് ആ ഒരു കീവേഡ്. മ്യൂസിക് ബിയോണ്ട് ബോർഡേഴ്സ്. മാഡം പറഞ്ഞ കാര്യം തന്നെയാണ്. മ്യൂസിക്കിന് ഭാഷ ഒരു ബാരിയർ അല്ല. അതിരുകളില്ല. ദെൻ നെക്സ്റ്റ്, അതായത് ലോകത്തിലെ മനുഷ്യരെ മുഴുവൻ, അല്ലെങ്കിൽ സംസ്കാരങ്ങളെ മുഴുവൻ, അല്ലെങ്കിൽ സമൂഹത്തെ മുഴുവൻ കോർത്തിണക്കാൻ പറ്റിയ ഒരു ടൂൾ ഉണ്ടെങ്കിൽ അത് മ്യൂസിക് മാത്രമാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. കാരണം അവിടെ മറ്റ് ചിന്തകളില്ല, പോസിറ്റീവ് മാത്രമേ ഉള്ളൂ. നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും ആ നെഗറ്റിവിറ്റിയിലേക്ക് പോകില്ല. ഹേർഡിൽസ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അവിടേക്ക് ചിന്തിക്കില്ല. ലുക്ക് ഫോർ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളെ ആയിരിക്കും നോക്കുക. ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക, മാനസികാവസ്ഥയിലേക്ക് വരുമ്പോൾ, സംഗീതത്തിൻ്റെ ഒരു സ്വാധീനത്തിലേക്ക് വരുമ്പോൾ എന്നാണ് പറയുക. അടുത്ത കാര്യം ക്ലൈമറ്റ് കൺസർവേഷനാണ്. ശ്രദ്ധിച്ചോ എന്നറിയില്ല, നിങ്ങൾ വീഡിയോ ഒന്നുകൂടെ കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വർത്ത് വാച്ചിങ്. ക്ലൈമറ്റ് കൺസർവേഷൻ്റെ ഒരു സമ്മിറ്റിൽ വെച്ചാണ്, അതിൻ്റെ ഒരു ഇതിൽ വെച്ചാണ്, അല്ലെങ്കിൽ അവളുടെ ഒരു മെസ്സേജ് ഇതുകൂടിയാണ്. നമ്മുടെ കാലാവസ്ഥയെ സംരക്ഷിക്കണം, ഗ്ലോബൽ വാർമിംഗ് അല്ലേ, അങ്ങനെ എത്രയോ ബുദ്ധിമുട്ടുകളിലൂടെയാണ് നമ്മുടെ ലോകം, ഈ ഭൂമി കടന്നു പോകുന്നത്. അതിനെ ഒന്ന് വാൺ ചെയ്യുവാനും അല്ലെങ്കിൽ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ഈ പ്രോഗ്രാമിലൂടെ
അവരുദ്ദേശിച്ചു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ സാറേ ടൈം ഒന്ന് പറയാമോ? സമയം 38. ഓക്കെ. മ്യൂസിക് ഫ്രം അതർ കൺട്രീസ്, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള മ്യൂസിക്, പ്രത്യേകിച്ച് ഫോക്ക് മ്യൂസിക്. ഫോക്ക് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്? നാടൻ പാട്ടുകളൊക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്തിൻ്റെ അടയാളങ്ങൾ കാണിക്കുന്ന പാട്ടുകൾ. അത് നമ്മളെ വളരെയധികം ആകർഷിക്കും, ഏത് ഭാഷയിലായാലും ഏത് രാജ്യത്തായാലും. അതിനൊരു ഉദാഹരണങ്ങൾ കൂടി കണ്ടിട്ട് നമുക്ക് പാട്ട് ആലാപനത്തിലേക്ക് കടക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മ്യൂസിക് ഫ്രം അതർ കൺട്രീസ്, എസ്പെഷ്യലി ഫോക്ക് മ്യൂസിക്, അപ്പീൽസ് ബിക്കോസ് ഇറ്റ് ഹാസ് എക്സോട്ടിക് ഫ്ലേവേഴ്സ്. നല്ല ചേരുവകളുണ്ട്, നല്ല ഫ്ലേവർ, നല്ല രുചികരമായിരിക്കും. നമ്മളെ ഉന്മാദാവസ്ഥയിലാക്കുന്ന, അല്ലെ, എക്സൈറ്റ് ചെയ്യുന്ന ഫ്ലേവർ ഉണ്ടായിരിക്കും, രുചി ഉണ്ടായിരിക്കും. ഡിഫറെന്റ് ടിമ്പേഴ്സ്, താളം, പല താളങ്ങൾ ഉണ്ടായിരിക്കും. റിതംസ് ആൻഡ് ടോണാലിറ്റീസ്, ടോണിന്റെ വ്യത്യാസം. ഇതെല്ലാം ഓരോ ദേശത്തിനും ഓരോ പ്രദേശത്തിനും വ്യത്യസ്തം ആയിരിക്കും എന്നുള്ളതാണ്. ഇന്നൊരു പാട്ട് പരിചയപ്പെടുന്നത് FADO എന്നാണ് അതിൻ്റെ സ്പെല്ലിംഗ് എങ്കിലും അത് ഉച്ചരിക്കുന്നത് ഫാഡു എന്നാണ്. ഫാഡു എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനി അല്ലെങ്കിൽ ഫേറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ അർത്ഥം. ഈ ഫാഡു എന്നത് പോർച്ചുഗീസ് ഫോക്ക് സോങ് ആണ്. നമുക്കറിയാം, മ്യൂസിക് ജനർ ഒറിജിനേറ്റഡ് ഇൻ ദി ഫോർമർ പോർച്ചുഗീസ് കോളനീസ്, പഴയ പോർച്ചുഗീസ് കോളനികളിൽ ഉത്ഭവിച്ച പാട്ടുകളാണ്. അതിനും മുൻപാണ്, 1820-കളിലാണ്. 1820 മുമ്പൊക്കെ ആയിരുന്നെങ്കിലും 1820 അതൊരു ഫോമിൽ ഇങ്ങനെ വന്നത് എന്ന് പറയുന്നു. എ ഫോം ഓഫ് മ്യൂസിക് ക്യാരക്ടറൈസ്ഡ് ബൈ മോൺഫുൾ ട്യൂൺ ആൻഡ് ലിറിക്സ്. ഒരു മോൺഫുൾ, ഒരു സങ്കടം തരുന്ന അല്ലെങ്കിൽ സങ്കടകരമായ ടോണും അതുപോലെ തന്നെ ലിറിക്സുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത് എന്തിനെ കുറിച്ചൊക്കെയാണെന്നും കൂടെ പറയാം. ഓഫ്റ്റൻ അബൌട്ട് ദ സീ, കടലിനെ കുറിച്ചും പിന്നെ ജീവിതത്തെക്കുറിച്ചും, ജീവിതത്തിലെ പ്രത്യേകിച്ച് പാവങ്ങൾ അല്ലെങ്കിൽ പുവർ പീപ്പിളിന്റെ വേദനകൾ, വിഷമങ്ങൾ, അതേക്കുറിച്ചൊക്കെയാണ് ഈ ഫാദു എന്ന പോർച്ചുഗീസ് ഫോക്ക് സോങ് വിഷയീഭവിക്കുക. അതുകൊണ്ട് ഫാഡു ഒന്ന് നമുക്കൊന്ന് കേൾക്കാം. ഫാഡു FADO പോർച്ചുഗീസ് ഫോക്ക് സോങ് ആണത്. ഒന്ന് പ്ലേ ചെയ്യൂ സാർ. Da ladeira, vivi no bairro da Bica, ao princípio da ladeira, numa casinha que fica a 2 passos da ribeira, numa casinha que fica a 2 passos da ribeira. 3 coisas fazem vibrar a alma do Zé Povinho. 3 coisas fazem vibrar a alma do Zé Povinho. A trindade popular, guitarras, mulheres e vinho. A trindade popular, guitarras, mulheres e vinho. Foste ao chafariz. അർത്ഥം സാറ് പറഞ്ഞ അതിപ്പോ അർത്ഥം പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും മനസ്സിലായി. ഭാഷ അറിയില്ലെങ്കിലും ആ സംഗീതം നിങ്ങൾ ആസ്വദിച്ചു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ആ കുട്ടിയുടെ മുഖത്തുള്ള ഭാവങ്ങൾ നോക്കൂ. അവിടെ കേൾക്കുന്ന അവരുടെ മുഖത്തെ ഭാവം കണ്ടു കഴിഞ്ഞാൽ, പാടുന്ന ആളുടെ ഭാവം കണ്ടു കഴിഞ്ഞാൽ, ആ അക്കമ്പനി ചെയ്യുന്ന മ്യൂസിക്കിന്റെ ആ സൗന്ദര്യം
ആസ്വദിച്ചു കഴിഞ്ഞാൽ അല്ലേ ആ എന്തോ പ്രശ്നമുണ്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലാവും അല്ലേ? എന്താ പ്രശ്നമാണെന്ന് മനസ്സിലാകും. പക്ഷെ ആ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണല്ലോ സാറേ ജീവിതം നമുക്ക് സുന്ദരമാകുന്നത് അല്ലേ? ഒരു പ്രശ്നവും ഒരു ജീവിതം എന്ന് പറയുന്നത് അത്ര സുഖകരമാകുമോ? ഇല്ല. അപ്പോ നമുക്ക് മാനസമൈനേ വരൂ എന്നുള്ള പാട്ടൊക്കെ ഓർത്തു പോകും. മാനസമൈനെ അതും ഒരു ശോക, പക്ഷെ ലിറിക്സും അതുപോലെ തന്നെയാണ്. എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ള ഒരു ഇതാണ് ഈ ഭാദു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എനിക്ക് അതിന്റെ അർത്ഥം അറിയില്ല, പക്ഷെ ഞാനത് മനസ്സിലാക്കി. അതുപോലെ തന്നെ നിങ്ങളും പോർച്ചുഗീസ് ഭാഷ അറിയുന്നവരാരും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ശോക അന്തരീക്ഷം, അതിനൊരു സൗന്ദര്യമുണ്ട്. ആ ഒരു പാട്ടിനൊരു സൗന്ദര്യമുണ്ട്. അത് നമ്മളെ സമാധാനിപ്പിക്കും, നമ്മളെ ആശ്വസിപ്പിക്കും. ഓക്കെ, നമുക്ക് പാട്ടുവിശേഷം തുടരാം. സംഗീതത്തെ ഭാഷയുടെ ചട്ടക്കൂടിൽ ഒതുക്കാൻ കഴിയില്ല എന്നിപ്പം ബോധ്യമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഭാഷ അറിയണമെന്നില്ല സംഗീതം ആസ്വദിക്കാൻ. സുചേത സജീഷിന്റെ പാട്ട് കേട്ടപ്പോൾ നമ്മൾ ആസ്വദിച്ചു. അതുപോലെ തന്നെ ആരോ ഒരു പോർച്ചുഗീസ് ഗായകൻ ആലപിച്ച ഭാദു കേട്ടപ്പോൾ നമ്മൾ ആസ്വദിച്ചു. സംഗീതത്തെ ഭാഷയുടെ ചട്ടക്കൂട്ടിൽ ഒതുക്കാൻ കഴിയില്ല, അതിർത്തികൾ കൊണ്ട് പരിമിതപ്പെടുത്താനും ആവില്ല. ലോകത്തിലെ മനുഷ്യരെ എല്ലാം ഒന്നിപ്പിക്കുന്ന മാസ്മരിക ചൈതന്യമാണ് സംഗീതം എന്ന് പറയുന്നത്. സംഗീതം ഒരു ഭാഷയല്ല, അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ ഒരു ഭാഷയില്ല. സംഗീതം അതിൽ തന്നെ ഒരു ഭാഷയാണ്. സംഗീതം ഇറ്റ്സെൽഫ് ഈസ് എ ലാംഗ്വേജ് ദാറ്റ് ഡസൻറ്റ് നീഡ് വേർഡ്സ്. വാക്കുകൾ വേണമെന്നില്ല. വാക്കുകൾക്കപ്പുറം, ബിയോണ്ട് വേർഡ്സ്, മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന സ്വർഗീയ ഭാഷയാണ് സംഗീതം. മണ്ണിന് വിണ്ണിന്റെ വരദാനം. ഓക്കെ, ഇതാണ് പാട്ടുവിശേഷത്തിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. ഇനി ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഒരു കാര്യം കൂടി ഇന്ന് ചർച്ച ചെയ്യുന്നു, പക്ഷേ സമയം നമുക്കതിനെ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതെന്താണെന്ന് ഞാനൊന്ന് പറഞ്ഞു വെക്കാം. മ്യൂസിക് അറ്റ് വർക്ക് പ്ലേസ്. ജോലി സ്ഥലത്ത് എന്തിനാ സംഗീതത്തിന്റെ കാര്യമുണ്ട്. അതാണ് നമ്മൾ അടുത്ത ആഴ്ചയിൽ ചിന്തിക്കാൻ പോകുന്നത്. ഫോർ ബെറ്റർ പെർഫോമൻസ് ഓഫ് ടാസ്ക്, മ്യൂസിക് ഈസ് യൂസ്ഫുൾ. നമുക്കറിയാം ഓരോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും വി ആർ എക്സ്പോസ്ഡ് ടു മ്യൂസിക്. നമ്മൾ സംഗീതം എപ്പോഴും നമ്മളെ പൊതിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയാണെന്ന് പറയാം. പ്രകൃതി, ഓക്കെ, ദെൻ പരസ്യങ്ങൾ നമ്മളെ വെറുതെ വിടത്തില്ല. മ്യൂസിക്കിൽ ചാലിച്ചാണ് നമുക്ക് നമ്മളിലേക്ക് പ്രവഹിപ്പിക്കുക. സിനിമയിൽ നാടൻ പാട്ട് നമ്മൾ അതിലേക്ക് വരുന്നു സാർ. സിനിമ വരുന്നു. സിനിമയില് പാട്ടുകൾ പ്രത്യേകിച്ച് ഉണ്ടാവണം എന്നില്ലെങ്കിൽ തന്നെ ദർ ഇസ് പശ്ചാത്തല സംഗീതം അല്ലേ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. സിനിമ ഉടനീളം സംഗീതത്തിന് അകമ്പടി സേവിക്കുന്നുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, നമ്മൾ ആ കഥയിൽ മുഴുകിയിരിക്കുമ്പോൾ. പക്ഷേ സംഗീതം തുടരെയുണ്ട്. പിന്നെ ടെലിഫോൺ ബെല്ലടിക്കുമ്പോൾ അത് സംഗീതമാണ്. മൊബൈലിൽ സംഗീതമുണ്ട്, റേഡിയോ, ടെലിവിഷൻ, ആരാധനാലയങ്ങളിൽ അങ്ങനെയൊക്കെ സംഗീതമുണ്ട്. അപ്പോൾ ഈ വർക്ക് പ്ലേസിൽ സംഗീതം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എവിടെയൊക്കെ സംഗീതം പ്ലേ ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കൊയ്ത്തുപാട്ട് പാടുകയാണ്. അത് ജോലി ഈസിയാക്കാൻ ജോലി സ്ഥലത്ത്, അതുപോലെ തന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും. ഉദാഹരണങ്ങൾ പറഞ്ഞോളൂ. നമ്മൾ ഡെയിലി കയറുന്ന കടകള് അല്ലെങ്കിൽ വാഹനം ഒക്കെ ചിന്തിച്ചാൽ മതി. ഈവൻ ഇൻ ഹോസ്പിറ്റൽസിലുണ്ട്, ബസ്സിലുണ്ട്.
എന്തിന്റെ വാഹനങ്ങളിൽ ഓട്ടോറിക്ഷയിൽ വരെ ഇപ്പോൾ സംഗീതമുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ കയറിയാൽ ദർ ഈസ് മ്യൂസിക്, അവിടെയുണ്ട് സംഗീതം. ഹെൽത്ത് ക്ലബിൽ വർക്കൗട്ട് ചെയ്യുന്നിടത്ത് മ്യൂസിക്കിന്റെ അകമ്പടിയില്ലേ? ഉണ്ട്. അതുപോലെ ഒന്ന് ഓർത്ത് പറയൂ, ഇനിയുണ്ട്, ഒത്തിരി ഉണ്ട് നമ്മൾ ആലോചിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡെയിലി ലൈഫിൽ എവിടെയും സംഗീതം നമ്മളെ അക്കമ്പനി ചെയ്യുന്നുണ്ട്. ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി ടെക്സ്റ്റൈൽസ് എടുക്കാനായിട്ട് നിൽക്കൂ, സംഗീതമുണ്ട്. അതുകൊണ്ടുള്ള ഗുണമൊക്കെ നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ സംഗീതം പ്ലേ ചെയ്യുന്നത്? കോഫി ഷോപ്പിലുണ്ട്, ബസ് സർവീസുകളിലുണ്ട്, സാർ പറഞ്ഞ പോലെ. പിന്നെ കാറ്റിൽ ഫാം, നമ്മുടെ സാർ പറഞ്ഞ കൊയ്ത്ത് പാട്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ കാറ്റിൽ ഫാമിലുണ്ട്, പശുക്കളെ സംഗീതം കേൾപ്പിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് നമുക്ക് ഉണ്ട്. അപ്പോൾ പാട്ടിനോട് പ്രതികരിക്കുന്ന മൃഗങ്ങളുണ്ട്, പശുക്കളുണ്ട്, മറ്റു മൃഗങ്ങളുണ്ട്. പാട്ട് കേൾക്കുമ്പോൾ ഓടി വരും അതുങ്ങൾ കേൾക്കാനായിട്ട്. ഞാൻ വീഡിയോയിൽ കണ്ടതാണ്. അത് നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ വെസ്റ്റേൺ കൺട്രീസിൽ അങ്ങനെയുണ്ട്. ഫാമിൽ അവർക്ക് വേണ്ടി സംഗീതം അവർ പ്ലേ ചെയ്യും, അവരത് ആസ്വദിക്കും, ഓടി വരും എവിടെ നിന്നായാലും. കോഫി ഷോപ്പ്, ടൂറിസ്റ്റ് ബസ്സുകളിൽ സംഗീതം ഒരു മസ്റ്റാണ്. ഇപ്പോൾ മ്യൂസിക് സിസ്റ്റം ഇല്ലാത്ത ഒരു ടൂറിസ്റ്റ് ബസ് വിളിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. പണ്ടൊക്കെ അതൊരു ആഡംബരമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അതൊരു ആവശ്യമായി മാറിയിരിക്കുക. ബസ്സിലെ, ഓട്ടോറിക്ഷയിലെ, കാറിൽ എല്ലായിടത്തും സംഗീതമുണ്ട്. പിന്നെ ആരാധനാലയങ്ങളിൽ നിന്ന് വാങ്ങിവിളി, ഓംകാര, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം സംഗീതമാണ്, എല്ലാം സംഗീതമാണ്. ഈ പ്രപഞ്ചം നിറയെ സംഗീതമാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഗീതത്തെ, നമ്മളെ റിലാക്സ് ചെയ്യുന്ന സംഗീതത്തെ, നമുക്ക് സമാധാനം തരുന്ന സംഗീതത്തെ ജോലി സ്ഥലത്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഗുണങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് അടുത്ത ആഴ്ചയിൽ സംസാരിക്കാം. ഇനി അടുത്തത് നാടൻ പാട്ടുകളിലേക്ക് കടക്കാം. നാടൻ പാട്ടുകൾ ആലാപനമാണ് നമ്മുടെ അടുത്ത അജണ്ട. നാടൻ പാട്ടുകളൊക്കെ നോക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, നമ്മുടെ പാട്ടിലേക്ക് കടക്കാവുന്ന നാടൻ, ഒരു മിനിറ്റ്, സോറി, ഞാൻ സംസാരിച്ചോട്ടെ. നാടൻ പാട്ടുകൾ നമുക്കൊക്കെ ഇഷ്ടമാണ്. കാരണം നമ്മുടെ ജീവിതവുമായി വളരെയധികം ചേർന്ന് നിൽക്കുന്നതാണ്. ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന ഭാഷയിലാണ് അവ ഉണ്ടായിട്ടുള്ളത്. ഭാഷയ്ക്ക് വലിയ ശാസ്ത്രീയമായ വശങ്ങളൊന്നും ഉണ്ടാവണമെന്നില്ല, പദാവലികളൊന്നും ഉണ്ടാവണമെന്നില്ല. മുറിഞ്ഞും തെളിഞ്ഞുമൊക്കെ ആ ഭാഷ വരും. പ്രാദേശിക ഭാഷയാണ് അവിടെ നിലനിന്നിരുന്ന ഭാഷ. അവിടെ ഈ പാട്ടുകളിലൂടെ നമ്മൾ എന്താണ് കാണുക? നാടൻ പാട്ടുകളിലൂടെ പല കാലങ്ങളിലായി പരിണമിച്ചു വരുന്നതാണ് ഈ പാട്ടുകൾ. അപ്പൊ അതിലൂടെ നമുക്ക് കൺവേ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. എന്താണ്? നാടൻ പാട്ടുകളിലൂടെ നമ്മളിലേക്ക് കൺവേ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതാണ് എന്തൊക്കെയാണെന്നൊന്ന് സോറി ആ പ്രദേശത്തെ സംസ്കാരം. വെരി ഗുഡ്, വെരി ഗുഡ്. ആ പ്രദേശത്തെ നിലനിന്നിരുന്ന അല്ലെങ്കിൽ ഇപ്പൊ നിലനിൽക്കുന്ന സംസ്കാരം ആ പാട്ടുകളിലൂടെ നമ്മളിലേക്ക് എത്തിക്കും. പിന്നെ ചരിത്രം, അവിടുത്തെ ആഹാരക്രമങ്ങൾ, അവിടുത്തെ ജീവിത രീതി, ആഹാരക്രമം, കൃഷി രീതി, അവരുടെ ഡെയിലി ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ പരാമർശിക്കുക. അല്ലെ, മീൻ പിടിക്കാൻ പോകുന്നത്, വള്ളം തുഴയാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതാണ് നാടൻ പാട്ടിനോട് നമുക്ക് അത്ര മമത തോന്നാൻ കാരണം. അവിടെ വ്യാകരണം, ഛന്ദശാസ്ത്രമൊന്നും അങ്ങനെയുള്ള നിയമങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയില്ല. നാട്ടുഭാഷയാണ് പ്രധാനം. സമുദായങ്ങളുടെ പേരിൽ പാട്ടുകളുണ്ട്, പറയാമോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ട്, വെരി ഗുഡ്. പിന്നെ കുറത്തിപ്പാട്ട്, പുള്ളുവൻ പാട്ട്, അങ്ങനെ സമുദായങ്ങളുടെ പേരിൽ പാട്ടുണ്ട്. പിന്നെ ദേശം, വടക്കൻ പാട്ട്, തെക്കൻ പാട്ട്, അങ്ങനെ ഉണ്ട്. കാലം അനുസരിച്ചുണ്ട്, സീസൺ അനുസരിച്ച്. തിരുവാതിരപ്പാട്ട്, ഓണപ്പാട്ട്, പിന്നെ അതാത് ശൈലി അനുസരിച്ച് കോലടിപ്പാട്ട്, വില്ലടിച്ചാൻ പാട്ട്, ഉടുക്കുകൊട്ട്, പിന്നെ നന്ദിണിപ്പാട്ട്, അങ്ങനെ പല പാട്ടുകൾ. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ വഞ്ചിപ്പാട്ട്, വള്ളം തുഴയുന്നത്, അല്ലേ?
വള്ളപ്പാട്ട്, കൃഷിപ്പാട്ട്, സാർ പറഞ്ഞ പോലെ ഞാറ്റുപാട്ട്. ഈ സോങ്ങും ബാലഡും തമ്മിലുള്ള വ്യത്യാസം അറിയാമോ? സോങ് എന്ന് പറയുമ്പോൾ പാട്ടാണ്. ബാലഡ് എന്ന് പറഞ്ഞാലോ അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ഒരു കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ബാലഡ്സ് കേട്ടിട്ടുണ്ടല്ലോ. കർണാടകത്തിലൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. ബാലഡ് കഥാപാട്ടെന്നാണ് പറയുക. കഥ, അതിൻ്റെ കൂടെ ഒരു കഥയും കൂടി ഉണ്ടാവും. ഈണവും താളവും യോജിപ്പിച്ച് കഥ പറയലാണ് ബാലഡ് എന്ന് പറയുന്നത്. ഈണവും താളവും യോജിപ്പിച്ച് കഥ പറയുക. നമുക്കുണ്ടായിരുന്നല്ലോ കഥാപ്രസംഗം, അല്ലേ? വിവിധ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നവരുടെ ജീവിതമാർഗം, ജീവിത രീതി, സംസ്കാരം, ഇതെല്ലാം നാടൻ പാട്ടുകളിലൂടെ നമ്മളിലേക്ക് എത്തുന്നു. മനസ്സിൽ ഉറയ്ക്കുന്ന ഈണമാണ്, മനസ്സിൽ തറയ്ക്കുന്ന ഈണമാണ് അതിൻ്റെത്. പിന്നെ സംഘമായി ആലപിച്ച് പാടാൻ പറ്റിയ പാട്ടുകളാണ്. വായ്മൊഴിയുണ്ട്, വായ്മൊഴിയിലൂടെയാണ് പാട്ടുകൾ വരുന്നത്. അത് സാധാരണ തൊഴിലാളികൾ പാടുന്നത് ജോലിക്ക് ആശ്വാസം കിട്ടാനാണ്, അല്ലേ? കുറച്ച് റിലാക്സേഷൻ കിട്ടാൻ, കുറച്ച് രസകരമാക്കുവാനൊക്കെയാണ് നാടൻ പാട്ടുകൾ ഉപയോഗിക്കുന്നത്. നില ഉഴുമ്പോൾ പാടുന്ന പാട്ടല്ല വിത്ത് വിതയ്ക്കുമ്പോൾ പാടുന്നത്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പാട്ടുകളുണ്ട്. ഞാറ് നടുമ്പോൾ പാടുന്ന പാട്ട് വേറെ, വിളവെടുപ്പിൽ വേറെ പാട്ട്. മത്സ്യത്തൊഴിലാളികൾ പാടുന്നത് പാട്ട്, വഞ്ചിക്കാർ പാടുന്ന പാട്ട്. പുരാതനമായ നമ്മുടെ സംസ്കാരത്തിന്റെ പരിച്ഛേദനങ്ങളാണ് നാടൻ പാട്ടുകൾ. ഓക്കെ, നമുക്ക് നാടൻ പാട്ടുകളിലേക്ക് പ്രവേശിക്കാം. ആലാപനം എനിക്ക് തോന്നുന്നത് സാബു സാർ പറഞ്ഞ പോലെ ജോഷി സാറിൽ തന്നെ തുടങ്ങാം. ജോഷി സാർ ഞാനും കൂടെ ചേർന്നൊരു പാട്ട് പാടും. ഓ, ശരി, ആയിക്കോട്ടെ. ഞാൻ തന്നെ പാടുമ്പോൾ ജോഷി സാർ എന്നെ വഴക്ക് പറയും. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ്. അൺമ്യൂട്ട് ചെയ്യും. അങ്ങനത്തെ പാട്ടല്ല, നിങ്ങളുടെ കോറസ് ഒക്കെ വേണം കേട്ടോ, കോറസ് ഒക്കെ വേണം. അത് തന്നെ. കുട്ടനാടൻ പുഞ്ച. ജോഷി സാർ ഒന്ന് തുടങ്ങി. ഇത് സാറിന്റെ പേരിൽ രേഖപ്പെടുത്തിയാൽ മതി കേട്ടോ. ഞാന് തുടങ്ങാം. 1 2 3 4. കുട്ടനാടൻ പുഞ്ചയിൽ കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കോയിലാളെ കൊട്ടു വേണം, പൂര വേണം, പൂരാവ വേണം. നാട്ടുകാരനായ സാറ് തന്നെ പാടും. വരവേൽക്കാനാളു വേണം, കൊടി തോരണങ്ങൾ വേണം, വിജയശ്രീലാളിതരായി വരുന്നു. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത രാജേഷ് സാർ, അടുത്തടുത്തോ തുടങ്ങിക്കോളൂ. രാജേഷ് സാർ എന്ത് വരുന്നു? നാടൻ പാട്ട്. നാടൻ പാട്ടാണ്. പഠിക്കും. കൈതൊല പായ വിരിച്ചു, പായയിലൊരു മുറ നെല്ലു പൊലിച്ചു. കൈതോര പായയിലൊരു മുറ നെല്ലു പൊലിച്ചു. കാതുകുത്താൻ എപ്പോ വരും പിന്നെ, കാതുകുത്താൻ എപ്പോ വരും നിൻ അമ്മാവന്മാരു പിന്നെ. കൈതോല പായയിലൊരു മുറ നെല്ലു പൊലിച്ചു. പിന്നെ കാതുകുത്താൻ എപ്പോ വരും നിൻ അമ്മാവന്മാരു പിന്നെ. കുന്നത്തങ്ങാടി പശാപ്പില് കേറി പള്ള നിറയെ കള്ളു കുടിച്ചു. കുന്നത്തങ്ങാടി കേറി പള്ള നിറയെ കള്ളു കുടിച്ച്. ആടി ആടി എപ്പോ വരും നിൻ ഞങ്ങളമാരു പിന്നെ. ആടി ആടി എപ്പോ വരും ഞങ്ങളമാരു പിന്നെ. കുന്നത്തങ്ങാടി ഷാപ്പില് കേറി പള്ള നിറയെ കള്ളും കുടിച്ച്. ആടി ആടി എപ്പോ വരും നിൻ ഞങ്ങളമാരു പൊന്നെ. ആടി എപ്പോ വരും നിൻ ഞങ്ങളമാരു പൊന്നെ.
വെരി ഗുഡ്. വിരിച്ച് വായിലൊരു പറ നെല്ലു പൊലിച്ച് കാതുകുത്താൻ എപ്പോ വരും നിന്റെ അമ്മാവന്മാർ എപ്പോ അവന്മാർ ഓ ആ ഏ ഓ ആ ഏ ഓ. സൂപ്പറായിരിക്കുന്നു. അടിപൊളി അടിപൊളി അടിപൊളി. ഇത് കലാഭവൻ മണി മാറി നിൽക്കും. ജോസഫ് ജോൺ സാറിന്റെ പാട്ടാണ് പാടി സാറേ. ജോസഫ് ജോൺ സാറിന്റെ പാട്ടാണ് കാതുകുത്ത് എല്ലാരും കണ്ടല്ലോ അല്ലേ? കാതുകുത്ത് പാട്ടിലൂടെ കാതുകുത്ത് കണ്ടല്ലോ. കാതുകുത്താനായിട്ട് അമ്മമാര് വരുന്നതും കൈതോല പായ പിരിച്ച് അങ്ങനെ ഒരു പറ നെല്ലൊരുക്കിയൊക്കെ ഇങ്ങനെ ആ ഒരു രംഗം ഒരു ഗ്രാമീണ ആചാരം അതിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി രാജു ഫിലിപ്പ് സാർ. നേരത്തെ ക്ലാസ് എടുക്കാൻ പോയിക്കൊണ്ടിരുന്ന കാലത്ത് ഈ നാടൻ പാട്ടുകൾ പാടുമായിരുന്നു. ഞാന് ഇന്നിപ്പോ വർഷങ്ങളായിട്ടിപ്പം ക്ലാസ്സുകൾക്കൊന്നും പോകുന്നില്ലാത്തതുകൊണ്ട് അതൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ട് വരികളൊന്നും നല്ല ഓർമ്മയില്ല. ഞാനെന്നാ കുറച്ച് മുമ്പേ അതിന്റെ പുസ്തകങ്ങൾ ഒന്ന് തപ്പിയെടുക്കാൻ ഒരു ശ്രമം തനിയെ പറ്റില്ലല്ലോ, ഇവരെ ആശ്രയിച്ച് നടത്തിയെങ്കിലും അതിൽ വിജയിച്ചില്ല. എങ്കിലും ഞാൻ 2-3 പാട്ടിന്റെ ചില തലങ്ങൾ ഞാൻ ഓർമ്മയിൽ വരുന്നത് പോലെ ഒന്ന് പാടാം. അതില് ആദ്യം ഒരു വായ്പാടി മാത്രം ഒന്ന് പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. ഏരിന്നലെ ചപ്പനം കണ്ടപ്പോൾ അപ്പനം കണ്ടേ, കൂനനൂറും പണി ചേർന്നോരാനയെ കൊന്നെന്ന്, കൂനനൂറും പണി ചേർന്നോരാനയെ കൊന്നെന്ന്. രേരരി 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 രേരോ രേരരി 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 രേരോ. അത്രേ അതിന്റെ ഓർമ്മയിലുള്ളൂ. ഓക്കെ. നല്ല ഫീൽ ഉണ്ടായിരുന്നു സാറേ, നല്ല ഫീൽ ഉണ്ടായിരുന്നു. അതെ, ഉറുമ്പുകൾ അണിചേർന്ന് ആനയെ കൊന്നു കഥ. അതെ, ഭയങ്കര രസമുണ്ട്. ഒരു മയം വേണ്ടേ? അതെ, അല്ല അങ്ങനെ ഭാവനയിൽ കാണാം. അതാണ് അവരുടെ ലോകം അതാണ്. ആ രീതിയിൽ അവർ പാടും. ജോസഫ് ജോൺ സാറിന്റെ പാട്ട് പാടും. ജോസഫ് സാർ പാടും. എന്നിട്ടാണ് അടുത്തേക്ക് പാടും. അടുത്ത ഒരെണ്ണം ആരെങ്കിലും പാടിക്കഴിയുമ്പോൾ നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും, നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്ന് വരെ വന്നില്ലാരും, നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നു വരെ വന്നില്ലാരും, വരെ വന്നില്ല കണ്ണില്ലേലും മുട്ടിറങ്ങി മുടിയില്ലേലും മുല്ലമൊട്ടിൻ പല്ലില്ലേലും, നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും, നിന്നെ കണ്ടാൽ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്ന് വരെ വന്നില്ലാരും. വല്ലാത്ത ചോദ്യമാണല്ലേ? അതെ അതെ. അതിലോര കാതിലാണേൽ കമ്മലിൽ, കഴുത്തിലാണേൽ മലയിൽ, കയ്യിലാണേൽ വളയുമില്ല, കാലിലാണേൽ കൊലസുമില്ല, നിന്നെ കാണാൻ നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ,
എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്ന് വരെ വന്നില്ലാരും. വല്ലാത്ത ചോദ്യമാണ്. ഓക്കെ. രമ്യ ഹരിദാസ് MP ആയ പാട്ടാ. ഗംഭീരം പാട്ടാണത്. പഴയ അല്ല, രമ്യ ഹരിദാസ് എല്ലാ ഒരു തെരഞ്ഞെടുപ്പ് പുതിയ ആള് പാട്ട് പാടാൻ വന്നിട്ടുണ്ടല്ലോ. ഓമന മാം പാടും. അഡ്മിറ്റ് ചെയ്തൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണല്ലോ. പാടിക്കൂ. കേൾക്കുന്നുണ്ടോ? ഓമന മാം അല്ലേ? ഷില മാം ഉണ്ടോ? ജാനകിദാസ് എല്ലാം റെഡി ആവും കേട്ടോ. ജോഷ് സാർ എന്താ പുതിയ പാട്ടുണ്ടോ? അവരുടെ പാടാം. ഇപ്പൊ ഈ പാട്ട് പാട്ടില്ല, ഇപ്പൊ ജോസഫ് ജോൺ ജാറ് പാടിയ പാട്ട്. ഇത് രമ്യ ഹരിദാസ് എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും പാടി ആളുകളുടെ കയ്യടി വാങ്ങി വോട്ടില് നല്ലൊരു പങ്ക് ഈ പാട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു പാട്ട് ഓർമ്മ വരുന്നത് ഇങ്ങനെയാണ്. അവരുടെയൊക്കെ ആ ജീവിതത്തിന്റെ ഒരു വിമർശനം കൂടിയാണ് അത്. താഴേക്കടയിലുള്ള ഓക്കെ പാടാം. പാർശ്വവൽക്കൃതരല്ലേ? പാർശ്വവൽക്കൃതരുടെ 1 2 3 4. ഞങ്ങളുടെ കോളനി മെമ്പർ തമ്പിരാൻ വന്നേ, ഞങ്ങൾക്കൊരു വീട് വെക്കണ കാര്യം പറഞ്ഞേ. ഞങ്ങളുടെ കോളനി മെമ്പർ തമ്പിരാൻ വന്നേ, ഞങ്ങൾക്കൊരു വീട് വെക്കണ കാര്യം പറഞ്ഞേ. ഒപ്പിടിച്ച് തമ്പിരാൻ ഞങ്ങളുടെ കായ് വാങ്ങിച്ചേ, ഒപ്പിച്ച കാര്യം ഞങ്ങൾ അറിഞ്ഞതുമില്ലേ. ഒപ്പിടിച്ച് തമ്പിരാൻ ഞങ്ങളുടെ കായ് വാങ്ങിച്ചേ, ഒപ്പിച്ച കാര്യം ഞങ്ങൾ അറിഞ്ഞതുമില്ലേ. ഞങ്ങളുടെ കോളനി മെമ്പർ തമ്പിരാൻ വന്നേ, ഞങ്ങൾക്കൊരു വീട് വെക്കണ കാര്യം പറഞ്ഞേ. തമ്പിരാൻ തിന്നു കുടിച്ചു മരിച്ചു വച്ചേ, തമ്പ്രാട്ടി കുഞ്ഞിനു തങ്കപ്പതക്കവും തീർത്തേ. ഞങ്ങളുടെ കോളനി മെമ്പർ തമ്പിരാൻ വന്നേ, ഞങ്ങൾക്കൊരു വീട് വെക്കണ കാര്യം പറഞ്ഞേ. ഒപ്പിടിച്ച് തമ്പിരാൻ ഞങ്ങളുടെ കായ് വാങ്ങിച്ചേ, ഒപ്പിച്ച കാര്യം അറിഞ്ഞതുമില്ലേ. ഓക്കെ, അടിപൊളി. തമ്പുരാൻ എന്നെ ചെയ്തു? കാശ് വാങ്ങിച്ചത്? ഒപ്പിടിച്ച് തമ്പിരാൻ ഞങ്ങളുടെ കായ് വാങ്ങിച്ചു. കായ് വാങ്ങിച്ചു. കാശ് വൗച്ചർ ഒപ്പിടിച്ചെന്ന്. ഒപ്പിടിച്ചു, തമ്പുരാൻ കാശ് മേടിച്ചു, നമുക്കൊന്നും കിട്ടിയില്ല. ഒപ്പിച്ച കാര്യം ഞങ്ങൾ അറിഞ്ഞതുമില്ലേ. അറിഞ്ഞതുമില്ല. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. തമ്പുരാൻ തിന്നു കുടിച്ച് മാളിക പണിതു, തമ്പ്രാട്ടി കുഞ്ഞിന് തങ്കപ്പതക്കവും തീർത്തു. ഞങ്ങളിപ്പോഴും പഴയ സ്ഥലത്ത് കിടക്കുന്നു. അതാണ് പറഞ്ഞത്. ഓക്കെ, നമ്മുടെ അനിൽകുമാർ സാറൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു സ്പീഡുള്ള ഒരു പാട്ട് പാടാം. ഒരു മണിയുടെ എല്ലാരും കൂടെ പാടിക്കണേ. ഒരിക്കൽ ചോളചളക്കിന് തൊടുത്തൊരു കല്യാണി, കൊടകരയിലെ കാവടിയാടുമ്പോ കണ്ടടി നീ ഒരു മിന്നായം, കണ്ടടി ഞാൻ ഒരു മിന്നായം. ചാട്ടുള്ളി മുന തുളതുളയ്ക്കണ മൂർച്ചയുള്ളൊരു നോട്ടമ, കാലിടണ വയറുകയണ ഇടികൊടുങ്ങണ നെഞ്ചിലടി. ചക്കയുടെ ചോള കണക്കിന് തൊടുത്തൊരു കല്യാണി, കൊടകരയിലെ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം, കണ്ടടി ഞാൻ മിന്നായം. ഓക്കെ, താങ്ക് യു സാർ. പാട്ട് ഇനിയുണ്ട് സാറേ, അവിടെ നിർത്തിയല്ലേ? ഓക്കെ, അല്ല അത് മതി, എല്ലാരും പാടണ്ടേ. രമാവതി മാഡം പാടിയില്ലല്ലോ. രമാവതി സാറേ 4 വരി വേണോ 8 വരി വേണോ? 4 വരി മതിയോ? 8 വരി പാടിക്കും. നല്ല ഈനോടെ ഞങ്ങൾ കേട്ടിരിക്കും. അതായത് പണ്ട് പാലം നിർമ്മിക്കുമ്പോ പാലത്തിന്റെ അടിയിൽ ഉറക്കണമെങ്കിൽ പെണ്ണിന്റെ ചോര വേണം എന്നാ പറയുന്നത്. പെണ്ണിന്റെ ചോര വേണം, അങ്ങനെയുള്ളൊരു പാട്ടാണ്. പാലം പാലം നല്ല നടപ്പാലം,
അപ്പന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിന്റെ തൂണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്. എന്താണപ്പാ ഒരു വിളിയും കേട്ട്, എൻ്റെ അമ്മ വിളിക്കണൊരൊച്ച പോലെ. എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളേ, അപ്പൻ തന്നല്ലേ പറയാറുള്ളേ. ആയ കഥ കേട്ട് കരയരുതേ പൊന്നോ, ആയ കഥ ഞാന് ചൊല്ലിത്തരാം. ആയ കഥ കേട്ട് കരയരുതേ പൊന്നോ, ആയ കഥ ഞാന് ചൊല്ലിത്തരാം. അന്നൊരു വറുതി മാസം കള്ളക്കറി കീടകം, തിന്നാനും കുടിക്കാനില്ലാത്ത കാലം. നീ അന്ന് നീന്തി നടക്കണ കാലം, അടിവെച്ചു വീണ് കരയണ പ്രായം. അറുതിക്ക് തീർപ്പ് കലിപ്പിച്ചമ്പ്രാൻ, ഉണ്ണിടമ്മനെ കരുനിറുത്താൻ. എന്തിനാണമ്മനെ കരുനിറുത്തി, പകരത്തിനപ്പനെന്തേ പോവാഞ്ഞത്. എന്തിനാണമ്മനെ കരുനിറുത്തി, പകരത്തിനപ്പനെന്തേ പോവാഞ്ഞത്. മാറത്തെന്നടർത്തിയെടുത്ത് എന്തിനാണമ്മ കരുവായത്, എന്തിനാണമ്മ കരുവായത്. പെണ്ണിന്റെ ചോര വീണാല പാലത്തിൻ തൂണേ ഓർക്കുള്ളൂമേ. പെണ്ണിന്റെ ചോര വീണാലേ പാലത്തിൻ തൂണേ ഓർക്കുള്ളൂമേ. തമ്പ്രാന്റെ വാക്കിനെതിർവാക്കില്ല, എന്റെ കീടത്തോരെ കൊണ്ടും പോയി. അൻ്റമ്മ മണ്ണോട് മണ്ണുമായി, അൻ്റമ്മ മണ്ണോട് മണ്ണുമായി. പാലോം പാലോം നല്ല നടപ്പാലം, അച്ഛന്റെ കയ്യും പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിന്റെ തൂണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്, പൊന്നോ എന്നൊരു വിളിയും കേട്ട്. താങ്ക് യു. കഴിഞ്ഞോ? കഴിഞ്ഞോ? തീർന്നു 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 സാർ. ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാനായിട്ട് CJ കുട്ടപ്പൻ പാടാറുള്ള പാട്ടാണ്. CJ കുട്ടപ്പൻ എന്റെ ഫ്രണ്ടാണ്. പുള്ളി ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ആയിരുന്നു, അക്കാദമി ചെയർമാൻ. പാടുന്ന പാട്ടാണ്. അന്ധവിശ്വാസങ്ങൾക്കൊക്കെ ഒത്തിരി കരുവായിട്ടുള്ള മനുഷ്യരുണ്ടായിരുന്നു ഈ സമൂഹത്തിൽ എന്ന് അല്ലെ വിളിച്ചോതുന്ന ഒരു കവിതയാണ് രമാപന്യമാണ്. നമുക്ക് നമ്മുടെ ഹൃദയത്തെ വളരെയധികം മതിക്കുന്ന ഒരു പാട്ടാണ്. അതിനകത്ത് ലയിച്ചിരുന്നു പോയി ശരിക്കും വിഷമം തോന്നി അല്ലേ, സങ്കടം തോന്നുന്ന ഒരു കഥയാണ് അതിന്റെ പിന്നിലുള്ളത്. അപ്പോൾ പാലം ഉറയ്ക്കണമെങ്കിൽ സ്ത്രീ രക്തോ സ്ത്രീയത്തിനെ ഇട്ട് ഉറപ്പിക്കണം. സ്ത്രീയെ തന്നെ. എന്റെ പൊന്നിന് ഈ നാട്ടിൽ നടന്നിരുന്ന കാര്യങ്ങളാണ്. എത്ര ക്രൂരമായ ആചാരങ്ങൾ. സ്ത്രീയൊന്നില്ല, ആക്ച്വലി താഴ്ന്ന ജാതിക്കാരെ ആരെയും എടുത്ത് ചെയ്യാന്നുള്ളതാണ്. കാരണം അന്നത്തെ ജാതി വ്യവസ്ഥയെ വേറെ ആരെയും കിട്ടില്ല, വേറെ ആരും അതിന് നിന്ന് കൊടുക്കില്ലല്ലോ. അത് പിടിച്ച് എതിർവായില്ല എന്നുള്ള രീതിയിൽ ഒത്തിരി ക്രൂരതകളുടെ ചരിത്രം ഇങ്ങനെ നമ്മൾ ചവിട്ടി നടക്കുന്ന മണ്ണിനടിയിൽ
ഉണ്ടെന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ കടന്നു പോകുന്ന പാലങ്ങൾ, വഴികളൊക്കെ അവിടെയും കരച്ചിൽ കേൾക്കുന്നു എന്നുള്ളത്. താങ്ക് യു രമാവതി മാഡം. കണ്ണു തുറപ്പിക്കുന്ന ഒരു അവതരണമായിരുന്നു രമാവതി മാഡത്തിന്റെ. നമുക്ക് ആ ഒരു മൂഡിൽ നിന്നും മാറാൻ വേണ്ടി ഏതായാലും അതൊക്കെ കഴിഞ്ഞില്ലേ. ചന്ദനപ്പൊട്ടിന്റെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്ദനത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. ആശയ്ക്കൊരാശയ്ക്കായി പെണ്ണെ കാണണമെന്നുണ്ട്, രണ്ടു മനസ്സാണ് പുന്നാരം മോളെ എന്റെ ഇണക്കിളിയേ. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. നിന്നെ ഉറക്കാനായി പെണ്ണെ ചന്ദനക്കട്ടിലുണ്ട്, നിന്നെ കിടത്തി താരാട്ടുപാടി മെല്ലെ ഉറക്കാനായി. ചന്ദനപ്പൊട്ടിന്റെ പെണ്ണെ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണെ ചന്ദനപ്പൂമയിലേ. ഓക്കെ. ഒരു ഗ്രഹാതുരത്വമുള്ള ഒരു പാട്ടോടെ പാടാം. ഓക്കെ. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം, കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു ചെന്നകം പോകാൻ ചന്ദനം വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ഓക്കെ. പൂവായാൽ മണം വേണം, പൂമാനായാൽ ഗുണം വേണം, പൂമാനിനി മകളായാൽ അടക്കം വേണം. അത് അതിനകത്തുള്ളതാണ്. അതെ. നാടായാൽ നൃപൻ വേണം, അരികിൽ മന്ത്രിമാർ വേണം, നാടിനു ഗുണമുള്ള പ്രജകൾ വേണം. അപ്പൊ ഗോപകുമാർ സാറും ഇന്ന് പാടി. പാടില്ല. താങ്ക് യു. അനിൽകുമാർ സാറ് പ്ലീസ്. സാർ എന്തോ തിരക്കിലാണെന്ന് തോന്നുന്നു. സാറ് ബിന്ദു മാം എന്തെങ്കിലും പാട്ട് പാടുന്നു? ജാനകി മാം, നാഷ്, ഓമന മാം, ഏത് പാട്ടും പാടാൻ കേട്ടോ. എന്റെ ഊഴം അവസാനിപ്പിച്ചേക്കാം. പറട്ടെ. സാറിന്റെ ഊഴം കിടക്കുക. കുട്ടനാട് സമര വിപ്ലവ ഗാനങ്ങൾ വരുന്നേ. ഒപ്പന പാട്ടിന്റെ ട്യൂണിലുള്ള ഒരു വിമർശനം. പൊന്നും മിന്നും താലിയുമാലകളേറെ ലഭിക്കാഞ്ഞാൽ പെൺകുട്ടികളെ കെട്ടുകയില്ലീ കാലത്ത്, പുരുഷന്മാരെ ചന്തയിലേവൻ കാലിക്കച്ചവടം പോൽ വിൽക്കുകയാണ് പടച്ചോനെ ഈ ലോകത്ത്. 10ഉം 25ഉം 50ഉം ആഭരണം ചോദിക്കുന്നു, പത്രാസേറ്റം കൂട്ടാൻ 20,000 സ്ത്രീധനം വാങ്ങുന്നു. പട്ടയടിച്ചു നടക്കുന്നോർക്കും കിട്ടുമ്പോൾ ഇത് കിട്ടുന്നു, എന്തൊരു ഗുരുമാല് ഇവിടമിലുള്ളൊരു മാമൂല്. അതിനാൽ പെൺമക്കൾക്ക് ഇന്നൊരു തുണയില്ല, പാവപ്പെട്ടോർക്കൊരു ഗതിയില്ല. പൊന്നും മിന്നും താലിയുമാലകളേറെ ലഭിക്കാഞ്ഞാൽ പെൺകുട്ടികളെ കെട്ടുകയില്ലീ കാലത്ത്, പുരുഷന്മാരെ ചന്തയിലേവൻ കാലിക്കച്ചവടം പോൽ വിൽക്കുകയാണ് പടച്ചോനെ ഈ ലോകത്ത്. അങ്ങനെ കുറെ ഉണ്ട്. ഉള്ള സത്യങ്ങളൊക്കെ വിളിച്ചു പറയും.
നമ്മൾ നാടൻ പ്രതീക്ഷിച്ച പാട്ടുകൾ പോലെ അല്ല കേട്ടോ, ആകെ പ്രശ്നമാവും. പ്രശ്നം. ഇതോടെ ഇന്നത്തെ കോട്ട തീർന്നു. ഇല്ല ഇനി വിപ്ലവ ഗാനങ്ങൾ അതും വരും, ഓട്ടോമാറ്റിക്കായിട്ട് പാടിപ്പോ. സൂപ്പറാണ് ജോഷി സാറിന്റെ ഓരോ പാട്ടും. അവരെന്നെ ഉണ്ടല്ലോ പ്രതികരിക്കുന്ന രീതിയിൽ ഒരു പാട്ടുണ്ട്, ഇങ്ങനെ കറുത്ത ദൈവത്തിന്, അതായത് ഇവരെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പാട്ടിലൂടെ പ്രതികരിക്കുകയാണ് അവര്. പാട്ടും കെട്ടും ഞാൻ പണ്ടേ മറന്നേ, കൊട്ടും കൂരവയും ഞാൻ പണ്ടേ കളഞ്ഞേ, എന്നിട്ടും പാടാതിരിക്കാൻ വയ്യടിതയേ, എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യടിതയ്യേ, ഇനിയുള്ള കാലം നമ്മള് പാടാണ്ടിരുന്നാൽ നാടിന്റെ നട്ടല് പൊട്ടി നമ്മള് ചാവും, ചാവാണ്ടിരിക്കാനെങ്കിലും പാടടിതയേ, പാടിയിട്ട് ചാവാനെങ്കിലും പാടടിതയ്യേ, കറുത്ത ദൈവത്തെ കൊല്ലണ തമ്പ്രാന്റെ ദൈവം നമ്മളെ കൊല്ലാണ്ടിരിക്കുമെന്നാരത് കണ്ടു, കുഞ്ഞോളെ കൊല്ലണ ദൈവത്തെ നമുക്കും കൊല്ലാം, കറുത്ത ദൈവത്തിനായൊരു പാട്ടും പാടാം, പാട്ടും പരുന്ത കെട്ടങ്ങഴിക്കടിതയ്യേ, കൂട്ടാളരെയെല്ലാം വിളിക്കടിതയ്യേ, കൂട്ടാളരെയെല്ലാം വിളിക്കടിതയ്യേ. ഇത് ഈ 2 പ്രാവശ്യം എടുക്കണ്ടേ, ഞാൻ സമയത്തിന്റെ കുറവുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. അതൊരു പുറപ്പാടാണല്ലേ, എല്ലാം എടുത്ത് ഒരുക്കം. ഓക്കെ, ശരി, ഗുഡ്. രമാവതി മാഡത്തിന് നാടൻ പാട്ടുകൾ കുറെ അറിയാവുന്ന എനിക്ക് തോന്നുന്നു. വളരെ ഭംഗിയായിട്ട് ആലപിക്കുന്നുണ്ട്, അത് ഉൾക്കൊണ്ട് അവതരിപ്പിക്കുന്നുണ്ട്. താങ്ക് യു. അടുത്തത് അനിൽകുമാർ സാർ പാടിയില്ല. അനിൽകുമാർ സാർ, അൺമ്യൂട്ട് ചെയ്യൂ പ്ലീസ്. സാറേ എന്തെങ്കിലും തിരക്കിലായിരിക്കും. അടുത്ത പാടിക്കോളൂ, കുഴപ്പമില്ല സാർ. അടുത്ത നമുക്ക് വിപ്ലവ ഗാനങ്ങളാണ്. വിപ്ലവ ഗാനങ്ങൾ സാർ ഈ വർക്ക് പ്ലേസിലുള്ള ഗാനങ്ങൾ തന്നെയല്ലേ വിപ്ലവ ഗാനങ്ങൾ എന്ന് പറയുന്നത്? അതെ, അല്ലെങ്കിൽ തൊഴിലാളികളെ ആവേശഭരിതരാക്കുന്ന പാട്ടുകളാണ്. അപ്പോൾ അതൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്തത്. വർക്ക് പ്ലേസിലെ കാര്യം നമ്മൾ അടുത്ത സെഗ്മെന്റിൽ, അടുത്ത എപ്പിസോഡിലാണ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുക. ഒന്ന് തുടങ്ങി വെച്ചത് മാത്രമേ ഉള്ളൂ. മ്യൂസിക് അറ്റ് വർക്ക് പ്ലേസ് ആയിരിക്കും അടുത്തത്. അപ്പൊ നമുക്ക് ഇത് തന്നെ തുടർന്നാലോ? വിപ്ലവ ഗാനങ്ങൾ തന്നെ തുടർന്നാലോ? വിപ്ലവ ഗാനങ്ങൾ വേണ്ടേ? അടുത്ത ആഴ്ചയിലാക്കിയാലോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വിടാം. മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, കരയാൻ ഞങ്ങൾക്ക് മനസ്സില്ല, മുതലാളിത്തമേ നിന്നിൽ ഇനി മുട്ടുമടക്കാൻ മനസ്സില്ല. മുട്ടുമടക്കണോ? വേണ്ട. ഇന്ന് തൊഴിലാളികളെല്ലാം മുതലാളിമാരായി മാറിപ്പോയി, ഇനി പറഞ്ഞിട്ട് കാര്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാക്കി നാളത്തേക്ക് അല്ലേ? ബെറ്റർ ആയി ഓൾറെഡി. വിപ്ലവത്തിൽ തന്നെ നല്ലൊരു നാളെ ഞങ്ങൾക്കായി തന്നു പോയവരെ, ഈ നാടിനു വേണ്ടി എല്ലാം മറന്ന് ധീരനായകരെ. നല്ലൊരു പാട്ടില്ലേ സാറേ? നല്ല രസമാണ് കേൾക്കാൻ. ഓക്കെ, എനിക്കൊരു സജഷൻ ഉണ്ട്. നമുക്ക് ഒരു ദിവസം ഒരു എപ്പിസോഡ് നമുക്ക് രമാവതി മാഡത്തിനെ പ്രസന്റ് ചെയ്യാനായിട്ട് കൊടുക്കണമെന്ന് ഒരു സജഷൻ ഉണ്ട്, ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച്. അത്രക്കൊന്നും ആവില്ല സാർ, ഞാൻ ഇങ്ങനെ ജസ്റ്റ് പാട്ട് പഠിച്ചാള്. അല്ല, ഒരുങ്ങിയിരുന്നോളൂ, ഒരു ദിവസം വിളി വരും. ഓക്കെ, നമുക്ക് സിനിമാ പാട്ടിൽ ഒരു നാടൻ പാട്ടിന്റെ ശൈലിയിലുള്ളതുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ്. എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്,
ഞാനൊന്നു തൊട്ടപ്പോ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യ, ചക്കരത്തുണ്ടാണ് കണ്ടതയ്യ. നാട്ടാരും ചൊല്ലണ് കാടാണ് കരളിലെന്ന്, കൊടും കാടാണ് കരളിലെന്ന്. ഞാനൊന്നു കേറിയപ്പോ നീലക്കുയിലിന്റെ കൂടാണ് കണ്ടതയ്യ, കണ്ടതയ്യ. നാടൻ ശൈലിയിലുള്ള ഒരു പാട്ടാണ്. ഓമനപാടം പാടാനായിട്ട് വന്നിട്ടുണ്ട്. പാടിക്കൊള്ളു. എല്ലാരും ചൊല്ലണ എല്ലാരും ഇത്ര നേരം കല്ലായിരുന്നു. പാട്ട് പാടിയതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പിന്നീട് എന്തോ എല്ലാ ഞായറാഴ്ചകളിലും നമ്മൾ ഇതുപോലത്തെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതുകൊണ്ട് പാട്ടൊക്കെ പഠിച്ചിട്ട് വരാം. ഞാൻ ഇത് ആദ്യമായിട്ട് ഇന്നൊന്ന് നോക്കിയതാ. എല്ലാ ഞായറാഴ്ചകളും 7 മണിക്ക് എല്ലാ ദിവസവും 7 മണിക്ക് പ്രോഗ്രാംസ് ഉണ്ട്. എങ്കിലും ഈ പ്രോഗ്രാം 7 മണിക്ക് ചൊവ്വാഴ്ച ദിവസം കഥ പറയാം. നല്ല കഥകൾ പറഞ്ഞ് അതിന്റെ സാരാംശം ഉൾക്കൊള്ളാനുള്ള ചൊവ്വാഴ്ച ദിവസം. ഇനി നമുക്ക് ഹിന്ദു മാം പാട്ട് പാടിയില്ല, ജാനകിദാസ് പാട്ട് പാടിയില്ല. ഒരു ചെറിയ പാട്ട് പാടും. അടുത്ത തവണ പാടാം. ശരി. ജാനകിദാസിന്റെ സ്വന്തം കവിതകളൊക്കെ അവിടെ പോയോ? തിരക്കാം. വരുന്നുണ്ട്. പാടും. ഓക്കെ, നമുക്ക് അതിന്റെ പേര് സാർ. അപ്പൊ നമുക്ക് ഇന്നത്തെ നാളത്തെ അടുത്ത ആഴ്ചത്തെ പാട്ട് നമ്മൾ വിപ്ലവ ഗാനങ്ങളായിരിക്കും. പിന്നെ എന്തായാലും സാർ പറഞ്ഞ വർക്ക് പ്ലേസ് അല്ലേ? തൊഴിലിടങ്ങളിലെ സംഗീതം, അതിന്റെ പ്രസക്തിയെ കുറിച്ചാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ സംസാരിക്കുന്നത്. അപ്പൊ അതിന് നിങ്ങൾക്ക് റെഫർ ചെയ്ത് വന്ന് നിങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിക്കാം. ഇടയ്ക്ക് ഞാൻ ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അതിന് ഉത്തരവൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഈ സെഷൻ വളരെ ലൈവായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ വിപ്ലവ ഗാനങ്ങൾ ഒരുങ്ങുക. തൊഴിലിടങ്ങളിലെ ഗാനങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഓക്കെ, അപ്പൊ താങ്ക് യു. ഗുഡ് നൈറ്റ്. സീ യു. നാളെ കാണാം. ഗുഡ് നൈറ്റ്.